നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം. നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം. അവൻ അടുക്ക വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. What do you want me to do for you? He said, Lord, let me see again. Gospel of St. Luke, chapter 18, verse 41. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ എരിഹോവിന് സമീപം വഴിയരികെ ഇരുന്നതായിട്ടുള്ള അന്ധനായിട്ടുള്ളൊരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന കാര്യമാകുന്നു ഈ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര ഗലീലയിൽ നിന്ന് നേരിട്ട് യെരുശലേമിലേക്ക് പോയി എന്നല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. പിന്നെ താൻ പോയതായുള്ള സാഹചര്യങ്ങളിൽ വഴിയോരങ്ങളിൽ ഇരുന്നതായിട്ടുള്ള ആളുകളെയും സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടതായുള്ള ആളുകളെയും കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് അടുപ്പിച്ചു എന്നത് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം വായിച്ച ഈ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നാകുന്നു. 19-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യേശു സക്കായിയെ ഒരു കാട്ടത്തെ വൃക്ഷത്തിൽ നിന്ന് നീ ഇറങ്ങി വരിക, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും ഇന്ന് ഈ വീട്ടിന് രക്ഷയുണ്ടായി എന്ന കർത്താവ് കൽപ്പിച്ചത് കേൾക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്യുന്നു. വഴിയരികെ ഇരിക്കുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ, തിരസ്കരിക്കപ്പെട്ടതായിട്ടുള്ള മനുഷ്യൻ, ആദ്യമായിട്ടുള്ള ആളുകളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അടുപ്പിക്കേണ്ടതാകുന്നു സഭയുടെ ദൗത്യം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ളൊരു വേദഭാഗമാണിത്. യേശു ഒരു വ്യക്തിയെ കാണുന്നു, കേൾക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ബർത്തിമായി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. തിമായിയുടെ മകൻ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഈ അന്ധനായിട്ടുള്ള മനുഷ്യൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. പേര് പോലും ഇല്ലാത്തതായിട്ടുള്ളൊരു മനുഷ്യൻ. അവൻ വഴിയരികെ ഇരുന്നിരുന്നു എന്നത് വായിക്കുന്നുണ്ട്. ഇരുന്നു എന്ന് മാത്രമല്ല, അവനെ യാചിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവരിൽ ആശ്രയിച്ച് ജീവിച്ചതായിട്ടുള്ളൊരു മനുഷ്യനാണ്. അവൻ അന്ധനായിരുന്നു എന്നത് പറയുന്നുണ്ട്. നാം കാണുന്ന പോലെ ലോകത്തെ കാണുവാനായിട്ടും മാനവ സമൂഹത്തെ മനസ്സിലാക്കുവാനും കഴിയാതെ പോകുന്നതായിട്ടുള്ളൊരു വ്യക്തി. അതുകൊണ്ട് പല രീതിയിൽ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുകയും തനിക്ക് പല പ്രിവിലേജസും നഷ്ടമാവുകയും ചെയ്തതായുള്ള സാഹചര്യത്തിൽ യേശു ആകുന്നു അതുവഴിയായി കടന്നു പോകുന്നത് എന്നത് ശബ്ദം കൊണ്ട് തിരിച്ചറിയുകയാണ്. എന്താണ് ഈ ആരവം എന്ന് ചോദിച്ച അവസരത്തിൽ നസ്രായനായ യേശു ഇതുവഴിയായി വരുന്നു എന്നത് പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാക്കണമേ എന്നത് നിലവിളിച്ച് പറയുവാൻ്റെ കോണം ഈ അന്ധനെ സാധ്യമായിട്ട് തോന്നുന്നു. He is able to draw the attention of the Savior of the world, and he recognized it. Number 2, കർത്താവ് നിന്ന് അവനെ വിളിപ്പിൻ എന്നത് ആവശ്യപ്പെടുന്നുണ്ട്. അവനുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഞാൻ വായിച്ചതായിട്ടുള്ള കുറുവാക്യത്തിലൂടെ കേൾക്കുവാനിടയാവുന്നത്. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് യേശു ചോദിക്കുകയും എനിക്ക് കാഴ്ച ലഭിക്കണം എന്നത് അവൻ പറയുകയും ചെയ്യുന്നു. യേശുവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ്റെ കാരണം
അവൻ ഉറക്കെ യേശുവേ ദാവീദ് പുത്ര എന്നൊക്കെ പറയുന്ന അവസരത്തിൽ മിണ്ടാതിരിക്കുന്നതിനായിട്ട് അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. The whole world is trying to silence that person, whereas Jesus Christ is asking him to open up and talk to me, entering into a conversation. ഒരു റെസ്റ്റോറൻറ്റിൽ വിഷാദനായിട്ടുള്ളൊരു മനുഷ്യൻ ഭക്ഷണത്തിനായിട്ട് പോയി. അവിടെ ചെന്ന അവസ്ഥയിൽ ആ റെസ്റ്റോറൻറ്റിലിരിക്കുന്ന ആരും സംസാരിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. അദ്ദേഹം ഒരു സീറ്റിൽ പോയിരുന്നു. താൻ തന്നെ വിഷാദമുള്ളതായുള്ള മനുഷ്യൻ, മറ്റുള്ളവരെല്ലാം ശബ്ദരഹിതരായിട്ടിരിക്കുന്നതായുള്ള ആളുകൾ. അപ്പോൾ റെസ്റ്റോറൻ്റ് ഒരു കോണിൽ ഒരമ്മയും മകളും ഭക്ഷണത്തിനായിട്ട് വന്നിരുന്നു. വെയിട്രസ് അവർക്ക് ഭക്ഷണം നൽകിയ അവസരത്തിൽ മകൾ എഴുന്നേറ്റ് അമ്മയോട് ചോദിച്ചു, മമ്മി, ഷാൽ ഐ പ്രേ? അപ്പോൾ ആ വെയിട്രസ് അത് കേട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നതായൊരു പതിവുണ്ട്, അവിടെ നിനക്ക് പ്രാർത്ഥിക്കാം. അവളെ ദൈവത്തിന് സ്തോത്രം ചെയ്തു, ലഭിച്ചതായുള്ള ആഹാരത്തിനായി, ലഭിക്കുന്ന നന്മകൾക്കായി. ആ പ്രാർത്ഥനയുടെ അവസാനം എല്ലാവരും ആമീൻ പറഞ്ഞു. ഒരു കൊച്ചുകുട്ടിയുടെ ഇൻ്റർവെൻഷൻ അവിടെ ദൈവ സംബന്ധമായുള്ള കാര്യങ്ങൾ സംസാരിക്കുവാണ്ടൊക്കെ ഇടയായിട്ട് തീരുകയും അവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന ആളുകൾ അന്യോന്യം സംസാരിക്കുകയും ചെയ്തു എന്നതാണ് പ്രതിപാദിക്കുന്നതായുള്ള വിഷയം. അതുകൊണ്ട് ഈ വിഷാദമുഖനായിട്ട് വന്ന മനുഷ്യനെ സംസാരിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീരുന്നു. തൻ്റെ മനസ്സിലെ സ്ട്രെസ്സ് ഒഴിയുന്നു. അവനെ ശാന്തനായി അന്യോന്യം ആളുകളെ മനസ്സിലാക്കുന്നതിനായിട്ടും ജീവിത സാഹചര്യങ്ങളെ തിരിച്ചറിയുന്നതിനായിട്ടും ഒക്കെ ഇടയായിട്ടെത്തിയിരുന്നു. എല്ലാവരാലും തള്ളപ്പെട്ട് വഴികരിയിലിരിക്കുന്നതായുള്ള ഒരു മനുഷ്യൻ, അന്ധനാണ് എന്നത് പോകട്ടെ, അവൻ യേശുവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ പറയുകയാണ്, മിണ്ടരുത്. ഇതുപോലൊരു അനുഭവം യേശു സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കനാന്യ സ്ത്രീയെ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്, തൻ്റെ മകൾക്ക് പൂർവ്വോത്തരം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. യേശു ഒന്നും അവളോട് സംസാരിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ പറയുന്നുണ്ട്, ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അവൾ നിലവിളിച്ച് നമ്മുടെ പുറകെ വരുന്നത് കൊണ്ട് നമ്മെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവളെ പറഞ്ഞയക്കണം. സെൻഡ് ഹെർ അവേ. എന്നാൽ യേശു ഇവിടെ നിന്ന് അവനെ വിളിക്കുവാനായിട്ട് പറയുകയാണ്, ലെറ്റ് ഹിം കം ടു മീ. അപ്പോഴാണ് യേശു അവനോട് ചോദിക്കുന്നത്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു? വളരെ കൃത്യതയോടുകൂടിയ ഉത്തരം പറയുന്നതിനായിട്ട് അവന് സാധിച്ചു. അവന് ഈ ലോകത്തിലെ മറ്റ് കാര്യങ്ങൾക്കൊന്നുമല്ല യേശുവിനോട് ആവശ്യപ്പെടുന്നത്. തൻ്റെ പ്രാഥമികമായിട്ടുള്ള ആഗ്രഹം, ആവശ്യം പറയുകയാണ്, എനിക്ക് കാഴ്ച ലഭിക്കണം. അവൻ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നു എന്നത് പറയുന്നുണ്ട്. ഓരോ നിലവിളിയും ഈ അന്ധനായുള്ള മനുഷ്യനെ യേശുവിലുള്ള വിശ്വാസത്തെ സൂചിപ്പിക്കുന്നതായുള്ള ശബ്ദമാണ്. വാട്ട് ഈസ് ഫെയ്ത്ത്? യേശു അവസാനം പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ഫെയ്ത്ത്? ട്രസ്റ്റിംഗ് ഗോഡ് ഇൻ അഡ്വാൻസ്, വിച്ച് മേക്സ് സെൻസ് ഓൺലി ഇൻ റിവേഴ്സ്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് അബ്രഹാമിനോട് ദൈവം പറയുന്നതായിട്ടുള്ള അവസരത്തിൽ he begins his journey, the faith journey. കാണാൻ പോകുന്നതേ ഉള്ളൂ, അനുഭവിപ്പാൻ പോകുന്നതേ ഉള്ളൂ, വാഗ്ദത്തങ്ങൾ പൂർത്തീകരിപ്പാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ he is trusting God in advance, and that made sense in reverse. പിന്നീട് പുറകോട്ട് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനായിട്ടിടയാകുന്നു.
ഈ നിലവിളിക്കുന്നതായുള്ള അന്ധനായിട്ടുള്ള മനുഷ്യൻ യേശുവാണ് എനിക്ക് മതിയായിട്ടുള്ളവനെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് യേശുവിനോട് സംസാരിക്കുകയാണ്. യേശുവിൽ വിശ്വാസം അർപ്പിച്ചതായിട്ടുള്ള ഈ അന്ധനായുള്ള മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം പിന്നീടാണ് മനസ്സിലാക്കാനായിട്ട് ഇടയാവുന്നത്. നീ സൗഖ്യമായി പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നതായുള്ള അവസരത്തിൽ സകലതും ഇട്ടുകളഞ്ഞ യേശുവിൻ്റെ അടുത്തേക്ക് വന്നതായുള്ള ഒരു മനുഷ്യനാണ് ഈ അന്ധനായിട്ടുള്ള മനുഷ്യൻ. ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടുവാനായിട്ട്, വേണ്ട എന്ന് വയ്ക്കുന്നതിനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരുമോ? രക്ഷാ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ. ശ്രീ അരബിന്ദോയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിച്ച് ഒരു സംഗീതജ്ഞൻ വരികയുണ്ടായി. നിന്റെ ശിഷ്യനായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ അവസരത്തിൽ അരബിന്ദോ അദ്ദേഹത്തോട് പറഞ്ഞത്, യു ഹാവ് ടു ഗിവ് അപ്പ് യുവർ സിംഗിങ്. You have to give up your singing first and then follow me. Giving up certain things in order to understand Christ and to receive salvation is important in the life of every Christian. ഈ അന്ധനായിട്ടുള്ള മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് വരുന്നതായിട്ടുള്ള അവസരത്തിൽ വളരെ കൃത്യതയോടുകൂടിയുള്ള ഉത്തരം നൽകുന്നതിനായിട്ട് ഇടയായിട്ട് തോന്നി. കാഴ്ചയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. കാഴ്ച ലഭിക്കണം. കണ്ണുള്ളത് കൊണ്ട് നമുക്ക് കാഴ്ചയുടെ ഗുണഗണങ്ങളും വ്യത്യാസങ്ങളും ഒന്നും മനസ്സിലാക്കുവാനായിട്ട് ഒരുപക്ഷെ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ കണ്ണ് കാണാതെ പോകുന്നതായില്ല, കണ്ണ് കാണാൻ പാടില്ലാതെ വരുന്നതായിട്ടുള്ള അവസരത്തിൽ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അയ്യോ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ വിസ്മരിക്കുന്നതായുള്ള മറ്റൊന്നുണ്ട്. കണ്ണുണ്ടായിട്ട് കാണാൻ കഴിയുന്നതായുള്ള കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിന് മുൻപാകെ കൊണ്ടുവരുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കുന്നതായുള്ളൊരു സ്വഭാവം. ഇതിനു മുമ്പുള്ള വേദഭാഗത്ത് സിനഗോഗിൽ കൂനിയായിട്ടുള്ളൊരു സ്ത്രീയെ ആരാധിക്കുന്നതിനായിട്ട് പോയിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അവിടെ ക്രമമായിട്ട് ആരാധിച്ചു കൊണ്ടിരുന്നതായുള്ള ആളുകൾക്ക് ആ കൂനിയായ ഒരു സ്ത്രീ ഒരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ യേശു അവളെ കണ്ടു, തൻ്റെ അടുത്ത് വരുവാനായിട്ട് വിളിച്ചു, അവളെ തൊട്ടു, സൗഖ്യമാക്കി. കണ്ണുണ്ടായിട്ടും കാണുവാൻ കഴിയാതെ പോകുന്നതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ ദൈവസന്നിധിയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയായിട്ട് എത്തിയിട്ടുണ്ട്. എന്ത് കാണണം, എങ്ങനെ കാണണം എന്നുള്ളതൊക്കെ നമ്മളുടെ വിവേചന ശക്തിക്ക് അനുസൃതമായി നമ്മൾ ഉളവാകുന്നതായുള്ള കാര്യങ്ങളാണ്. എന്ത് കാണണം, എങ്ങനെ കാണണം. നമ്മളിന്ന് ജീവിക്കുന്നതായുള്ള ഈ കാലഘട്ടം അമിത വേഗതയുടെ ഒരു കാലഘട്ടമാണ്. സ്പീഡ്. ഡിജിറ്റൽ വേൾഡിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഒരു നിമിഷം കൊണ്ടാണ് മറിയുന്നത് ഓരോ കാര്യങ്ങൾ. അങ്ങനെ മറിയുന്നതായുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് കാണേണ്ട പലതും കാണുവാനായിട്ട് സാധിക്കാതെ പോകുന്നു. വീക്ഷണ കോണുകളൊക്കെ കുറയുന്നു നമ്മളുടെ ജീവിതത്തിൽ. സ്പീഡിൽ പോകുന്ന നല്ലൊരു ട്രെയിനിൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിച്ച് അതിൻ്റെ സ്പീഡിനെ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായമുണ്ട്, നല്ല അപ്രിസിയേഷൻ ഉണ്ട്. എന്നാൽ ആ സ്പീഡിൽ പോകുമ്പോൾ ആ യാത്രയിൽ നാം കാണേണ്ട പലതും കാണാൻ സാധിക്കാതെ പോവുകയാണ്. നാം അറിഞ്ഞിരിക്കേണ്ടതായുള്ളൊരു സംഗതിയുണ്ട്. അനേക കവികളും ഗ്രന്ഥകർത്താക്കളും പലതും
എഴുതുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നത് ഇങ്ങനെയുള്ള യാത്രയിൽ സ്ലോ ആയിട്ട് യാത്ര ചെയ്തതായിട്ടുള്ള അവസരത്തിൽ കണ്ടതുകൊണ്ടാണ്. ആ കണ്ട കാഴ്ചകളാണ് ഒന്നിൽ അവരുടെ കവിതയായിട്ട് വരുന്നത്, ഇല്ലെങ്കിൽ അവരുടെ കഥയായിട്ട് ചിത്രീകരണമായിട്ടൊക്കെ വരുന്നത് എന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് അറിയാനായിട്ടുണ്ട്, അതറിയാൻ സാധിക്കാതെ പോകും. കൊസു കൊയാമ എന്ന ഒരു ജാപ്പനീസ് തിയോളജിയൻ ദൈവത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, 3 മൈൽ ആൻഡ് അവർ ഗോഡ്, 3 മൈൽ ആൻഡ് അവർ ഗോഡ്. അതേ ഉള്ളൂ സ്പീഡ്. നമ്മെ ഓരോരുത്തരെയും കാണുന്നതായിട്ടുള്ള ദൈവം. പഴയ നിയമത്തിൽ അങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്നെ കണ്ടവനായിട്ടുള്ള ദൈവം, നമ്മെ കാണുന്നതായിട്ടുള്ള ദൈവം. നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്ത് സൂക്ഷിക്കുവാൻ തക്കോണം നമ്മൾ പ്രിയമുള്ളതായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്നത് മാത്രമല്ല, the creator God is interested in our lives and he has a purpose. ആ ദൈവത്തിൻ്റെ പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം ശാന്തമായി ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്നതായുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആർഷഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം കേട്ടിട്ടുള്ള 2 വാക്കുകളാണ് ശ്രുതി ആൻഡ് സ്മൃതി. ദൈവസ്ഥാനത്തിൽ ശാന്തമായി ഇരിക്കുന്നതായുള്ള ഋഷീവരന്മാർ ദൈവശബ്ദം കേൾക്കുവാനായിട്ടിടയായിട്ട് തീരും. അത് പിന്നെ നൽകുന്ന സാഹചര്യത്തിൽ ട്രഡീഷൻസായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലിഖിത രൂപങ്ങളായി വേദങ്ങളും ഉപനിഷത്തുകളുമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്, സ്മൃതിയായിട്ട് കിട്ടിയിട്ടുണ്ട്, ഓർമ്മയിൽ നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ദൈവസ്ഥാനത്തിൽ ശാന്തമായിട്ടിരിക്കുവാൻ തക്കോണം നമുക്ക് ഇടയാകുന്നുണ്ടോ? പ്രാർത്ഥിക്കുവാൻ നേരമില്ല, ആരാധനയ്ക്ക് നേരമില്ല, പള്ളിയിൽ വരാൻ കഴിയുന്നില്ല, പ്രാർത്ഥന കൂട്ടത്തിൽ പോകാൻ കഴിയുന്നില്ല. ഇതൊക്കെ നാം പറയുന്നതായിട്ടുള്ള അവസരത്തിൽ സ്പീഡിൻ്റെ കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉളവാകുന്നത്. എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമയമില്ല. എല്ലാവർക്കും 24 മണിക്കൂറാണ് ദൈവം തമ്പുരാൻ അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അത് സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യനാണേലും, വഴികരിയിലിരിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനാണേലും, പ്രസിഡൻ്റായിട്ടുള്ള ഒരാളായിട്ടാണ്, എല്ലാവർക്കും 24 hours a day ഈക്വൽ. ആ നൽകപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവഹൃദയത്തെ മനസ്സിലാക്കുവാൻ നമുക്കിടയായിട്ട് തീരുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായുള്ള ചോദ്യം. യേശു എരിഹോവിൽ കൂടെ കടന്നു പോകുമ്പോൾ എരിഹോവിന് അടുത്തതായിട്ടുള്ള അവസരത്തിലാണ് ഈ വഴിയരികിലിരിക്കുന്നതായുള്ള മനുഷ്യനെ അഭിമുഖീകരിക്കുന്നത്. യേശു നിന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. In other words, Jesus is revealing that I have time for you. കാൽവറിയിലെ ക്രൂശ് മരണത്തിനായിട്ട് പിതാവ് അയച്ചതായുള്ള പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ വഴിയിലാണ് വഴിയരികെ ഇരിക്കുന്നതായുള്ള ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം യേശുവിനെ സാധ്യമായിട്ട് തീരുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള മനസ്സും ഹൃദയവുമൊക്കെ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ദൈവഹിതം എന്തെന്ന് ആരാഞ്ഞറിഞ്ഞ് അതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുവാൻ ഒക്കെ സാധ്യമായി തീരേണ്ട ആവശ്യകതയില്ലേ എന്നത് ഈ രാവിലെ സമയത്ത് ചോദിക്കണം. Son of man, the Savior of the whole world, he says, I have time. So he stopped, asked the disciples and the people who are following him, call him. Call him. I have time. എൻ്റെ വിചാരം ഇന്ന് വീട്ടിൽ പോയതിന് ശേഷം നമുക്ക് ഒന്ന് ജീവിതത്തിൽ ശൈലിയാക്കി തീർക്കേണ്ടതായുള്ളൊരു ഭാഗമാണ് 2 പേരോടെങ്കിലും ഐ ഹാവ് ടൈം ഫോർ യു എന്ന് പറയുന്നത്. ഐ ഹാവ് ടൈം ഫോർ യു. I have time for you. Do we have time? കാഴ്ചകളെ വിശാലമാക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മെ പ്രവേശിച്ചിരിക്കുന്നു.
എന്താണ് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മിൽ ഉളവാകണം എന്ന ദൈവസ്ഥാനത്തിൽ നാം ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുവാൻ കഴിയുന്നതായുള്ളൊരു കാര്യമാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നു എന്നത് യേശു ചോദിക്കുമ്പോൾ അന്ധനായിട്ടുള്ള മനുഷ്യൻ പറയുന്നു, എനിക്ക് കാഴ്ച ലഭിക്കണം. നമുക്കും പറയുന്നതിനായിട്ട് സാധിക്കുമോ? ശരിയായുള്ളൊരു കാഴ്ച ലഭിച്ചവനായി എനിക്ക് തീരണം. ദൈവം കാണുന്ന പോലെ എനിക്ക് കാണുവാൻ. ദൈവം മോശയെ വിളിച്ച അപ്രകാരമാണ്. മോശയെ മുൾപ്പടപ്പിലേക്ക് ആകർഷിക്കുന്നതായുള്ള അവസരത്തിൽ ദൈവം സംസാരിക്കുന്നത് മോശ കേട്ടു. ആദ്യം ദൈവം പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ജനതയുടെ കഷ്ടത കണ്ടിരിക്കുന്നു, അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു, ആകയാൽ വരിക, ഞാൻ നിന്നെ അയക്കും. എന്താ മോശയോട് പറയുന്നത്? മോശയോട് പറയുന്നത്, ഞാൻ കാണുന്ന പോലെ നീ കാണണം. ഇസ്രായേൽ ജനതയുടെ കഷ്ടതയെ നിനക്ക് കാണുവാനായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടാവണം. അവൻ്റെ കരച്ചിൽ കേൾക്കുവാനായിട്ടുള്ളൊരു കാത് നിനക്കുണ്ടാവണം. ദൈവഹിതം അവരുടെ ഇടയിൽ നിറവേറപ്പെടുവാൻ്റെ കോണം നീ പോകുന്നതിനായിട്ട് നിനക്കൊരു മനസ്സുണ്ടാവണം. ജീവിതത്തിൻ്റെ രൂപാന്തരമാണ്, ട്രാൻസ്ഫോർമേഷനാണ് യേശുവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് ലേഖനമായിട്ട് വായിച്ച വേദഭാഗം നിങ്ങൾ കേട്ടുവെങ്കിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്നതായിട്ടുള്ള അവസരത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ഛേദം എന്നെണ്ണുന്നു. അനേക കാര്യങ്ങളെക്കുറിച്ചുള്ള മെറിറ്റ് പറയാൻ കഴിയുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലനാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള ജീവിതത്തിലേക്ക് വന്ന അവസരത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തു നിമിത്തം സകലതും തവറെന്നും ചപ്പെന്നും ഞാൻ എണ്ണുന്നു, ഛേദമെന്നെണ്ണുന്നു, കളയുന്നു. Those things are immaterial for me. Those things are immaterial for me. And for me to live is Christ. ക്രിസ്തുവിനെ കാണണം, ക്രിസ്തുവിൻ്റെ അടുത്ത് പോകണം, അവനെന്നെ തൊടണം, അവനുമായുള്ള ബന്ധത്തിൽ ജീവിപ്പാനിടയാകണം. രക്ഷയുടെ അനുഭവം ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. ഇതാവശ്യപ്പെടുന്നതായിട്ടുള്ള അന്ധനായിട്ടുള്ള മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാനായിട്ടിടയാവുന്നത്. എനിക്ക് കാഴ്ച ലഭിക്കണം. കാഴ്ച ലഭിച്ചതായിട്ടുള്ള അന്ധനായിട്ടുള്ള മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിനോടുകൂടെ യെരുശലേമിലേക്ക് യാത്ര ചെയ്തു എന്നത്ര ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചതായിട്ടുള്ള അവസരത്തിൽ തനിക്ക് പിന്നെ രണ്ട് കാര്യങ്ങളില്ല, ഒന്നേ ഉള്ളൂ, ഐ വോണ്ട് ടു ഫോളോ ഹിം, ഐ വോണ്ട് ടു ഫോളോ ഹിം. കുരിശിൻ്റേതായിട്ടുള്ള വഴികൾ എന്നത് ഈ ദിവസങ്ങളിലൊക്കെ നാം വളരെയധികം കേൾക്കുന്നതായിട്ടുള്ള ഒരു ഫ്രേസാണ്. കുരിശിൻ്റെ വഴിയെ, കുരിശുമലയൊക്കെ ചവിട്ടി കയറുന്നതായിട്ടുള്ള ആളുകളുണ്ട്, പാരമ്പര്യ കുരിശുമായിട്ട് യാത്ര ചെയ്യുന്നതായിട്ടുള്ള തീർത്ഥാടകരുണ്ട്. ഇവിടെ എല്ലാം കാണാനായിട്ട് നമുക്ക് ഇടയാകുന്നുണ്ട്. തോമസ് തറയിൽ തിരുമേനി ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പ് ഒരു സംഭാഷണത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി, എത്ര ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് കുരിശുമല ചവിട്ടുവാനായിട്ട് തയ്യാറുള്ള ആളുകളെ ധാരാളമായിട്ട് എനിക്കറിയാം. ദൈവം നൽകുന്നതായുള്ള രണ്ട് മക്കളെ വളർത്തുന്നതിനായിട്ട് മനസ്സില്ലാത്ത മക്കൾ വേണ്ട എന്ന് പറയുന്നതല്ല കാലഘട്ടം, ഒന്ന് മതി എന്ന് പറയുന്നതല്ല കാലഘട്ടം. മാർത്തോമാ സഭയുടെ അംഗസംഖ്യ കുറഞ്ഞു പോകുന്നു എന്ന ചരിത്രം തന്നെ രേഖപ്പെടുത്തുമ്പോൾ നാം എല്ലാം അതിൻ്റെ ഭാഗഭാക്കുകളാണ്. യേശുവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ചുമതലകളെ, ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. തോമസ് തറയിൽ തിരുമേനി പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. തിരുമേനി പറഞ്ഞത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭാരമേറിയ കുരിശ് ചുമക്കുവാനായിട്ട് താല്പര്യമാണ്, എന്നാൽ ദൈവം ആവശ്യപ്പെടുന്നതായുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനായിട്ട് മനസ്സില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതങ്ങോട്ട് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ദൈവസ്ഥനിൽ ചോദിക്കാം, ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടതായുള്ള സമൂഹമായി ദൈവത്തെ ക്രമമായിട്ട് ആരാധിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ നാം ചേർന്ന് വരുമ്പോൾ ഒരു ആരാധന സമൂഹത്തിന് For me to live is Christ.
ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ എന്ന് പറയാനായിട്ട് സാധിക്കും. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കാൽവറി കുരിശ് ഏറ്റെടുക്കുവാനായിട്ട് എരിഹോവിൽ കൂടി അവിടുന്ന് കടന്നു പോകുമ്പോൾ എരിഹോവിന് സമീപം വഴിയരികയിരുന്നതായുള്ള യാചകനായിട്ടുള്ളൊരു മനുഷ്യൻ ദാവീദ് പുത്രനോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചത് കേൾക്കുകയും നിന്നെ അവനെ വിളിക്കുവാനായിട്ട് പറയുകയും ചെയ്തത് ധ്യാനിക്കുവാനായിട്ട് ഈ അവസരം ഇടയായില്ല. കർത്താവേ, നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിന്നിൽ വിശ്വാസം അർപ്പിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശു മാത്രം മതി എന്ന് പറയുന്നത് ജീവിത ശൈലിയാക്കി മാറ്റണമേ. ദൈവഹിതം ആരാന്നറിയുമ്പോൾ, അതിന് സാവകാശം ലഭിക്കുമ്പോൾ ദൈവഹിതം നിറവേറ്റുന്നതിലുള്ള സന്തോഷം അനുഭവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ക്രിസ്തു നിമിത്തം സകലവും ഛേദമെന്നെണ്ണുവാൻ, ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെ മനസ്സിലാക്കുവാൻ, രക്ഷയുടെ സന്തോഷത്തിൽ ദൈവമക്കളായിട്ട് ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ ഞങ്ങളെല്ലാം നീ പ്രാപ്തരാക്കണമെന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ.